ഉച്ചക്കുളമൂരിലെ നീലിയാണ് കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോകവെയാണ് കാട്ടാനാക്രമണം ഉണ്ടായത്. എടക്കരയിൽ സ്ത്രീക്ക് ദാരുണാന്ത്യം എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത. നമുക്ക് കാട്ടാനാക്രമണങ്ങൾ കേരളത്തിൻ്റെ ഒരു പുതുമയല്ല. കാട്ടാനകൾ ഇറങ്ങുന്നു, മനുഷ്യ മേഖലകളിലേക്ക് ഇറങ്ങി മനുഷ്യനെ ചവിട്ടിക്കൊല്ലുക എന്ന് പറയുന്നത് നമുക്കൊരു ഞെട്ടലൊന്നും ഉണ്ടാക്കുന്ന ഒരു വാർത്ത അല്ലാതായി മാറിയിട്ട് കുറേ നാളുകളായി. കാര്യം അത് അത്രത്തോളം ആവർത്തിക്കുന്നു കേരളത്തിൽ. ഇത് മാത്രമല്ല, കടുവ ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടതാണ്. അമരക്കുനിയിൽ ഒരു കടുവ ഇന്നലെ രാത്രി ഇറങ്ങി ആടിനെ പിടിച്ചുകൊണ്ട് പോയി. നമ്മൾ തിരയുകയാണ് കടുവയുടെ നമ്മൾ തെർമൽ സ്കാനറൊക്കെ വെച്ച് നമ്മൾ തിരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് മാത്രം പിടികിട്ടുന്നില്ല ഈ കടുവ എവിടെ എന്നുള്ള കാര്യം. പക്ഷേ രാക്കാലങ്ങളിൽ കൃത്യമായി ഇറങ്ങുകയും ആടുകളെ പിടിച്ചുകൊണ്ട് പോകുന്നു. അടുപ്പിച്ച ദിവസങ്ങൾ ആടുകളെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. കടുവ ആ മേഖലയിൽ തന്നെ ഉണ്ട് എന്ന് സ്ഥിരീകരിക്കാൻ കഴിയുന്നു. പക്ഷേ നമ്മുടെ എല്ലാവിധ കുങ്കിയാനകളും വിക്രമും ആരാണ്ടൊക്കെയോ ഇറങ്ങി മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ നമുക്ക് ഈ കടുവ എവിടെയെന്ന് നമുക്ക് മാത്രം ഇത്രത്തോളം സാങ്കേതികത്വം വെച്ച് നമ്മൾ എല്ലാം ഉപയോഗിച്ചുകൊണ്ട് തെർമൽ ഡ്രോൺ സ്കഡാർ എല്ലാം ഉപയോഗിച്ച് പരിശോധിക്കുമ്പോഴും കടുവയുടെ എന്ന് മാത്രം നമുക്ക് പിടികിട്ടുന്നില്ല. അത് കടുവയുടെ കാര്യം, പുലിയുടെ കാര്യം വേറെ, കാട്ടുപന്നിയുടെ കാര്യം വേറെ. കാട്ടാനകൾ ഇറങ്ങി മനുഷ്യനെ ചവിട്ടിക്കൊല്ലുന്ന കാര്യം ആവർത്തിക്കുന്നു. ഏറ്റവും ഒടുവിൽ വരുന്നത് ഊരിലെ നീലിയാണ്, ഉച്ചക്കുളം ഊരിലെ നീലിയാണ്. സമീർ ബിൻഗരിയും. സമീർ, ഞാൻ ചോദിച്ചത് ഈ സ്ഥലത്തെപ്പറ്റി നമുക്കറിവുള്ളതാണോ? ആ മേഖലയിലെ ആളുകൾ എന്താണ് പറയുന്നത്? എന്താണ് ആശുപത്രിയിൽ എത്തിക്കാൻ വൈകി അടക്കമുള്ള കാര്യങ്ങളിൽ സ്ഥിരീകരണമുണ്ടോ സമീർ? ഹാഷ്മി, പതിവായി പോകുന്ന മേഖലയാണ് ഈ വനമേഖല എന്നതാണ് ഈ മറ്റുള്ളവരൊക്കെ തന്നെ വ്യക്തമാക്കുന്നത്. കാരണം ഇവർ സാധാരണഗതിയിൽ ഇത്തരത്തിൽ ഈ കാട്ടാന ഉൾപ്പെടെയുള്ള ഈ വനമേഖലയിലേക്ക് വനവിഭവങ്ങൾ ശേഖരിക്കാനും ഈ ആടിനെ മേയ്ക്കാനും ഒക്കെ തന്നെ പോകുന്നത് പതിവാണ് എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. അങ്ങനെ പതിവ് പോലെ തന്നെയാണ് ഇത്തവണയും ഇവർ പോയത്. പക്ഷേ അപ്രതീക്ഷിതമായി ഈ ആനയ്ക്ക് മുൻപിലേക്ക് അകപ്പെടുകയായിരുന്നു എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. അങ്ങനെയാണ് ഇവർക്ക് കാട്ടാനോട് ആക്രമണം ഉണ്ടാവുകയും ചെയ്യുന്നത്. അല്പസമയത്തിനകം തന്നെ ഇവരെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിക്കുമെന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. നിലവിൽ ആശുപത്രിയിൽ എത്തിയിട്ടില്ല. അതിനു മുന്നേ തന്നെ മരണത്തിന് കീഴടങ്ങി എന്നുള്ളതാണ് ഏറെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം. വനമേഖലയിൽ വെച്ചാണ് ഈ ആക്രമണം ഉണ്ടാവുകയും ചെയ്തത്. അതിന് പിന്നാലെ മറ്റുള്ളവർ ചേർന്നാണ് ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. കാരണം വനമേഖല ആയതുകൊണ്ട് തന്നെ അത്ര വേഗത്തിൽ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ ഒന്നും തന്നെ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാവും. കാരണം അങ്ങോട്ടേക്ക് വാഹനങ്ങളെല്ലാം തന്നെ കൃത്യസമയത്ത് പോകാനോ അല്ലെങ്കിൽ അങ്ങനെ റോഡ് ഗതാഗതമുള്ള ഒരു മേഖലയോ അല്ല, മറിച്ച് വനത്തിലൂടെ തന്നെ അവരെ കൊണ്ടുവന്ന ശേഷം മാത്രമേ ഈ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ അല്പസമയത്തിനകം തന്നെ അവരെത്തിക്കാനാകും. അതിന് മുന്നേ തന്നെ മരണത്തിന് കീഴടങ്ങി എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇന്ന് ഏതാണ്ട് ഒരു 11 മണിയോട് കൂടിയാണ് ഈ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇവർ ഈ വനവിഭവങ്ങൾ ശേഖരിക്കാനായാണ് ഇവർ ഈ വനത്തിലേക്ക് പോകുന്നത്. പതിവ് പോലെ പോയതാണ്. അതിനിടയിലാണ് ആക്രമണം അരങ്ങേറിയിരിക്കുന്നത്. നേരത്തെ സമാനമായ രീതിയിൽ തന്നെയായിരുന്നു ഈ ഒരു ആദിവാസി യുവാവിനും ഇവിടെ വെച്ച് അല്ലെങ്കിൽ ഈ നിലമ്പൂർ മേഖലയിൽ വെച്ച് ഈ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. അന്ന് മണി എന്ന് പറയുന്ന 38-കാരനായിരുന്നു മരണത്തിന് കീഴടങ്ങിയത്. അദ്ദേഹം ഈ നിലമ്പൂരിലെത്തി തിരികെ ഈ ആദിവാസി ഊരിലേക്ക് മടങ്ങുന്നതിനിടയിലാണ് ഈ കാട്ടാനയുടെ മുൻപിലേക്ക് അകപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അന്നും ഏതാണ്ട് 1.5 കിലോമീറ്ററോളം അദ്ദേഹത്തെ സ്വയം വഹിച്ച് കൊണ്ടുവന്ന ശേഷമാണ് ആംബുലൻസ് എത്തുന്ന ഭാഗത്തേക്ക് എത്തിക്കാനായത്. അങ്ങനെ പിന്നീടാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഏതായാലും ഈ നിലവിൽ ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ഇവർക്ക് ഈ മരിച്ചിരിക്കുന്ന നീലിക്കൊപ്പം മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അവർ കാട്ടാന വന്ന സമയത്ത് തന്നെ ഓടി രക്ഷപ്പെട്ടു. അങ്ങനെ രക്ഷപ്പെട്ടത് കൊണ്ട് അവർ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വനവിഭവങ്ങൾ ശേഖരിക്കാനും ഈ പോത്തിനെ മേയ്ക്കാനുമായാണ് മറ്റുള്ളവർക്കൊപ്പം ഈ നീലിയും വനത്തിലേക്ക് പോയത് എന്നുള്ള വിവരം കൂടി നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട്. എന്നാൽ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായ സമയത്ത് കൂടെ ഉണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെട്ടു